നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ രാപ്പകലോളം അധ്വാനിച്ച് മാന്യമായി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കഠിനാധ്വാനമുള്ള കോണ്ടന്റ് ചെയ്യുന്ന വ്ളോഗേഴ്സ്, ഇവർക്കൊന്നും കിട്ടാത്ത പേരും പണവും പ്രശസ്തിയും എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയോ യൂട്യൂബിലൂടെയോ വെറോ 15-20 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു റീൽസ് ഇട്ട് അല്ലെങ്കിൽ അല്പവസ്ത്രധാരിയായി ഡാൻസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് ലഭിക്കുന്നത്? മാന്യമായി ജീവിക്കുന്നവർക്ക് പട്ടിണി, പക്ഷേ സോഷ്യൽ മീഡിയയിൽ അറ്റൻഷൻ വിറ്റ് ജീവിക്കുന്നവർക്ക് കോടികൾ. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം? സത്യം പറഞ്ഞാൽ ഇതിന് പിന്നിലൊരു സാമ്പത്തിക ശാസ്ത്രമുണ്ട്, അതുപോലെ തന്നെ വലിയൊരു കെണിയും. മോഡേൺ വേൾഡിൽ ഇതിനെ സിംപ് എക്കോണമി അല്ലെങ്കിൽ ഹോഫ്ലേഷൻ എന്നൊക്കെയാണ് വിളിക്കുക. ഞാനിന്ന് പറയുന്ന കാര്യങ്ങൾ തമാശയായിട്ടല്ല, മറിച്ച് നമ്മളെ യുവാക്കളുടെയും കുട്ടികളുടെയും ഭാവിയെ തകർക്കുന്ന, സ്ത്രീത്വത്തിൻ്റെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആദ്യമായി നമുക്ക് സിംപ് എന്ന വാക്കും സിംപ് എക്കോണമി എന്താണെന്ന് മനസ്സിലാക്കാം. ലളിതമായി പറഞ്ഞാൽ, ഒരു സ്ത്രീയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വാലിഡേഷന് വേണ്ടി സ്വന്തം അന്തസ്സും അഭിമാനവും പണവും സമയവും കളഞ്ഞ് അവളുടെ പിറകെ നടക്കുന്ന പുരുഷന്മാരെയാണ് ഡിജിറ്റൽ ലോകത്ത് സിംബുകൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കോഴികൾ. പണ്ടത്തെ കാലത്ത് പണം സമ്പാദിക്കാൻ നല്ല അറിവും കഴിവും കഠിനാധ്വാനവും വേണമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും പിന്നെ ഈ ഒൺലി ഫാൻസ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ നാട്ടിലെ പുരുഷന്മാരുടെ ലൈംഗികപരമായിട്ടുള്ള താല്പര്യങ്ങളെ ചൂഷണം ചെയ്ത് കണ്ടന്റ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇതുപോലുള്ള സിംബുകൾ ലക്ഷക്കണക്കിന് രൂപയാണ് എറിഞ്ഞു കൊടുക്കുന്നത്. ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും മറ്റും ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റ് സബ്സ്ക്രിപ്ഷൻ എന്നൊരു പരിപാടിയുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയായിരിക്കാം. നമ്മൾ കരുതുന്ന പോലെ ഇത് കൗമാരക്കാരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ വളരെ യങ് ആയിട്ടുള്ള ആളുകളോ മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്. മറിച്ച് സൊസൈറ്റിയിൽ പക്വതയുണ്ടെന്ന് നമ്മൾ കരുതുന്ന 30-40 പ്രായമുള്ള കുടുംബനാഥന്മാരായിട്ടുള്ള ആളുകൾ ആയിരക്കണക്കിന് രൂപയാണ് സബ്സ്ക്രിപ്ഷൻ തുകയായി ഇതുപോലുള്ള ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുകൾക്ക് നൽകുന്നത്. ഇനി എന്തിനു വേണ്ടിയാണ് ഈ പണം നൽകുന്നതെന്ന് അറിയാവോ? ഈ പെൺകുട്ടിയുടെ ലൈവിൽ വന്ന് ഇയാളുടെ പേര് വിളിച്ചൊരു ഹായ് പറയാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ മറ്റാർക്കും കാണാൻ കഴിയാത്ത ഈ പെൺകുട്ടിയുടെ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കാണാൻ വേണ്ടി മാത്രം. ഒരു പുരുഷൻ്റെ ലൈംഗികപരമായിട്ടുള്ള താല്പര്യങ്ങളും അവൻ്റെ അറ്റൻഷൻ ദാഹവും മുൻനിർത്തി ഇന്ന് കോടികൾ മറയുന്ന ഒരു വലിയ മാർക്കറ്റായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. നോക്കൂ, ഒരു ശരാശരി പെൺകുട്ടി ഒരു സാധാരണ റീൽസ് ഇട്ടാൽ പോലും അതിനടിയിൽ വന്ന് നീ മാലാകയാണ്, നീ സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ് ആയിരക്കണക്കിന് സിംബുകളാണ് അതിനടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നത്. ഇനി അവരുടെ ഇൻബോക്സിലാണെങ്കിൽ 10,000 മെസ്സേജും. ഇതുണ്ടാക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയോ? യഥാർത്ഥ ജീവിതത്തിൽ യാതൊരു യോഗ്യതയും കരിയറും ഇല്ലാത്ത പുരുഷന്മാർ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളെ വാരോളം പുകഴ്ത്തും. അവരെ ദൈവത്തെ പോലെ തന്നെ ആരാധിക്കും. അതുകൊണ്ട് തന്നെ സാധാരണക്കാരികളായ ഇത്തരം സ്ത്രീകൾ അവരെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിലോട്ടായിരിക്കും വളരുക. പിന്നീട് മാന്യമായി ജോലി ചെയ്യുന്ന കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പുരുഷനെ കണ്ടാൽ അവർക്ക് അവരുടെ കണ്ണിൽ പിടിക്കാതെ വരും. കാരണം സോഷ്യൽ മീഡിയയിൽ അവർക്ക് കിട്ടുന്ന അംഗീകാരവും അറ്റൻഷനും അത്രയ്ക്കും വലുതാണ്. ഈ ഒരു അസന്തുലിതാവസ്ഥ നമ്മുടെ നാട്ടിലുള്ള യുവാക്കളെയും യുവതികളെയും നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇനി നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത എന്നാൽ ഏറ്റവും കഠിനമായ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഒരു ഹോഫ്ലേഷൻ കാരണം ഇതിലൊന്നും പെടാത്ത സ്ത്രീകളുടെ ജീവിതവും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? നമ്മുടെ നാട്ടിലുള്ള പുരുഷന്മാർ ഇത്തരത്തിലുള്ള സ്ട്രിപ്പിംഗ് വ്ളോഗ്സ് കണ്ട് അവരുടെ ചിന്താഗതി എത്രമാത്രം വികലമായെന്ന് കരുതിയാൽ സൊസൈറ്റിയിലുള്ള എല്ലാ സ്ത്രീകളെയും അവരൊരേ കണ്ണോടെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ നോക്കാതെ പെണ്ണുങ്ങളെല്ലാം ഒരുപോലെയാണെന്നുള്ള ഒരു ഫോൾസ് ജനറലൈസേഷൻ ഇന്ന് സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മറ്റൊരു വശം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ വളരെ ഇൻഫോർമേറ്റീവായി സംസാരിക്കുന്ന, ചരിത്രവും ജനറൽ നോളജും പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ സ്വന്തം കഴിവും ക്രിയേറ്റിവിറ്റിയും കൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇനി അതല്ലെങ്കിൽ ഓഫ്ലൈനായി പ്രൈവറ്റ് സെക്ടറിലോ ഗവൺമെൻറ് ജോലിയോ ചെയ്യുന്ന മറ്റ് സ്ത്രീകളുണ്ട്. എന്നാൽ അവർക്കൊന്നും സോഷ്യൽ മീഡിയയിലോ യഥാർത്ഥ ജീവിതത്തിലോ അർഹിക്കുന്ന പണമോ പ്രശസ്തിയോ റീച്ചോ ലഭിക്കാറില്ല. ഒരു പെൺകുട്ടി മണിക്കൂറുകളോളം അധ്വാനിച്ച് ഒരു നല്ല കണ്ടൻറ് ഉണ്ടാക്കി യൂട്യൂബിലിടുമ്പോൾ അവർക്ക് കിട്ടുന്നത് വെറും 1000 വ്യൂസ്. എന്നാൽ മറ്റൊരു പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ വന്ന് അല്പവസ്ത്രധാരിയായി ഒന്ന് ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് കിട്ടുന്നത് മില്യൺ കണക്കിന് വ്യൂസ്. ഇത് കാണുമ്പോൾ ആദ്യത്തെ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എനിക്ക് റീച്ചോ പണമോ ഒന്നും കിട്ടുന്നില്ല, എന്നാൽ ശരീരം കാണിക്കുന്നവർക്ക് മില്യൺ കണക്കിന് വ്യൂസ്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ പല പെൺകുട്ടികളും ഇതുപോലുള്ള സ്ട്രിപ്പിംഗ് വ്ളോഗ്സിലോട്ട് ആകർഷിക്കപ്പെടാൻ തുടങ്ങും. നമ്മുടെ ചുറ്റിലും ഇതുപോലുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. ഈ സ്ട്രിപ്പിംഗ് വ്ളോഗുകൾ ചെയ്യുന്ന സ്ത്രീകൾ മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയൊന്നല്ല അവർ സംസാരിക്കുന്നത്, മറിച്ച് സൊസൈറ്റിയിലുള്ള എല്ലാ സ്ത്രീകളുടെയും വില കളയാൻ വേണ്ടിയാണ് അവർ നടക്കുന്നത്. ഇനി ഈ സോഷ്യൽ മീഡിയ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് ഈ സിംപ് എക്കോണമിയുടെ പുറത്താണ്. അതായത് എവിടെയാണോ ഇത്തരത്തിലുള്ള പുരുഷന്മാർ കൂടുതൽ സമയം നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ അവർ ലൈക്കും കമൻറ്റും വാരി വിതറുന്നത്,
അത്തരത്തിലുള്ള കോണ്ടൻറ്റ്സ് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും വീണ്ടും വീണ്ടും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റ് കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് നിരാശരായി കളം വിടുമ്പോൾ ഈ അറ്റൻഷൻ സീക്കിങ് കോണ്ടൻറ് ചെയ്യുന്ന ആളുകൾ നല്ല കാശുണ്ടാക്കി ആഡംബര ജീവിതവും നയിക്കും. ഇത് കാണുന്ന പുതിയ ജനറേഷൻ കുട്ടികൾ ചിന്തിക്കുന്നത് എന്താണ്? പഠിച്ചിട്ടോ കഷ്ടപ്പെട്ടിട്ടോ വലിയ കാര്യമൊന്നുമില്ല, ശരീരം കാണിച്ച് ഡാൻസ് ചെയ്താൽ നല്ല കാശുണ്ടാക്കാം എന്ന തെറ്റായ ചിന്താഗതിയിലേക്ക് ഈ സൊസൈറ്റി മാറി തുടങ്ങും. മാത്രമല്ല, ഈ ഒരു അഡിക്ഷൻ ഇന്ന് ബാധിച്ചിരിക്കുന്നത് സ്കൂളുകളിലെ കൊച്ചുകുട്ടികളെയാണ്. മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം, അല്ലെങ്കിൽ അവർ വീട്ടു ചെലവിനായി മാറ്റിവെച്ചിരിക്കുന്ന പണം തങ്ങളുടെ ഫോണുകളിലെ UPI ID ഉപയോഗിച്ച് ഇവർ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർമാരുടെ ഈ എക്സ്ക്ലൂസീവ് കണ്ടൻറ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഈ വാർത്തകളിലൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, ഓൺലൈൻ ഗെയിം കളിക്കാൻ വേണ്ടി അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ കളഞ്ഞു എന്നൊക്കെ. അതുപോലെ തന്നെയാണിതും. ഒരു 15 വയസ്സുകാരൻ പയ്യൻ അവൻ്റെ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന പ്രായത്തിൽ ഈ സോഷ്യൽ മീഡിയയിലെ ഇത്തരം വികലമായിട്ടുള്ള കാഴ്ചകൾക്ക് അവൻ അടിമപ്പെടുകയും പിന്നീട് അവൻ വീട്ടിൽ നിന്ന് പണം മോഷ്ടിക്കുകയും ചെയ്യും. പാരൻസ് അവരുടെ കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് കുട്ടികളുടെ സാമ്പത്തികത്തെ മാത്രമല്ല, അവരുടെ മാനസികാരോഗ്യത്തെയും പൂർണ്ണമായും തകർക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, 24 മണിക്കൂറും ഇത്തരം വികലമായ കാഴ്ചകൾ മാത്രം കാണുന്ന ഒരു കൗമാരക്കാരൻ്റെ മനസ്സിൽ സ്ത്രീകളെക്കുറിച്ചുള്ള ധാരണ എന്തായിരിക്കും? അവൻ കരുതുന്നത് സ്ത്രീ എന്നാൽ കേവലം ഒരു ലൈംഗിക വസ്തു മാത്രമാണ് എന്നാണ്. അവരിൽ സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യാനുള്ള ഒരു പ്രവണതയും കൂടുന്നു. ഒരു സ്ത്രീയുടെ യോഗ്യത അളക്കുന്നത് അവളുടെ ശരീരഭംഗി മാത്രം കൊണ്ടാണെന്നുള്ള ഒരു തെറ്റായ ധാരണയും അവരുടെ ഉള്ളിൽ ഉടലെടുക്കുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ഒരു സ്ത്രീയോട് എങ്ങനെ പെരുമാറണമെന്നോ അവരുമായി നല്ലൊരു റിലേഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നോ അവർക്കറിയില്ല. ഇത് യുവാക്കളിൽ സോഷ്യൽ ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നതിനൊക്കെ കാരണമാകുന്നു. കാരണം നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഡിജിറ്റൽ ലോകമല്ല യഥാർത്ഥ ലോകം. സ്ക്രീനിലെ മായക്കാഴ്ചകൾ കണ്ട് യഥാർത്ഥ സ്ത്രീകളെ ബഹുമാനിക്കാൻ മറന്നുപോകുന്ന ഒരു വിഭാഗം യുവാക്കൾ നമ്മുടെ സൊസൈറ്റിയിൽ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ മാസ്കുലിറ്റിയും ആൺകരുത്തും നഷ്ടപ്പെടുത്താതിരിക്കൂ. ഏതൊരു മൊബൈൽ സ്ക്രീനിലെ പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങളുടെ പണവും അധ്വാനവും എറിഞ്ഞു കൊടുക്കുന്നതല്ല പുരുഷത്വം. അത് വെറും ഒരു ഭീരുത്വമാണ്. മാത്രമല്ല, ഇനി ഒരു പെൺകുട്ടിയോട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അവളോട് നേരിട്ട് തന്നെ പോയി സംസാരിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസും അവളോടുള്ള ആറ്റിറ്റ്യൂഡ് നിലനിർത്തി അവളുടെ ഒരു റെസ്പെക്റ്റ് പിടിച്ചു പറ്റാൻ ശ്രമിക്കൂ. അല്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞും അവളുടെ സോഷ്യൽ മീഡിയയിൽ പോയിരുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെ കമൻറ്റ് സെക്ഷനിലോ അവളുടെ ഇൻബോക്സിലോ പോയി യാചിക്കാതിരിക്കുക. നിങ്ങളൊരു സ്ത്രീക്ക് അമിതമായി അറ്റൻഷൻ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവളുടെ അറ്റൻഷന് വേണ്ടി വല്ലാതെ യാചിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് കുറച്ച് കാണുന്നത്. നിങ്ങളുടെ വിലയാണ് നിങ്ങൾ കൊണ്ട് കളയുന്നത്. ഒരു പുരുഷൻ്റെ യഥാർത്ഥ കരുത്തെന്ന് പറയുന്നത് അവൻ്റെ ലക്ഷ്യബോധമാണ്, അവൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്താണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യും. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കുക, ജിമ്മിൽ പോ, അല്ലെങ്കിൽ ബോക്സിങ്ങിന് പോ. ഇനി അതിന് പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച് കാലം ട്രാവൽ ചെയ്യും. കാരണം സോഷ്യൽ മീഡിയയിലായാലും റിയൽ ലൈഫിലാണെങ്കിലും സിമ്പുകൾ ഒരിക്കലും ബഹുമാനിക്കപ്പെടാറില്ല. ഈ വിഷയം ഒരല്പം സെൻസിറ്റീവ് ആണെന്ന് എനിക്കറിയാം. ഇതിനെക്കുറിച്ച് അധികം ആരും സംസാരിച്ച് കേൾക്കാറുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്തത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും, അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, റൈറ്റ് ഡൗൺ ഇൻ ദ comments below and see you on the next video. Thank you.